ഇന്നസെന്റിനെ വീണ്ടും മത്സരിപ്പിക്കുന്നതിനെതിരെ സിപിഎം ചാലക്കുടി പാർലമെന്റ് മണ്ഡലം കമ്മിറ്റിയിൽ വിമർശനം. ഇന്നസെന്റ് വിജയസാധ്യതയില്ലാത്ത സ്ഥാനാർത്ഥിയാണെന്ന മണ്ഡലം കമ്മിറ്റി. വടകരയിൽ പി ജയരാജൻ സ്ഥാനാർത്ഥിയാകും. കോഴിക്കോട് എ പ്രദീപ് കുമാറും ആലപ്പുഴയിൽ എം ആരിഫും പത്തനംതിട്ടയിൽ വീണ ജോർജും മത്സരിക്കും. കോട്ടയത്തെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റിയിൽ സമവായമായില്ല. തീരുമാനം സംസ്ഥാന സെക്രട്ടേറിയറ്റിന് വിട്ടു. എറണാകുളം മണ്ഡലത്തിന്റെ കാര്യത്തിലും അന്തിമ തീരുമാനമായില്ല. കാസർഗോഡ് മണ്ഡലം കമ്മിറ്റിയിൽ കെ പി സതീഷ് ചന്ദ്രനെതിരെയും വിയോജിപ്പുയർന്നു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വി അരുൺ, കൊച്ചിയിൽ നിന്നും CN പ്രകാശ്, വടകരയിൽ നിന്നും അശ്വിൻ വല്ലത്ത എന്നിവർ ചേരുന്നു. ആദ്യം CN പ്രകാശിലേക്ക്. പ്രകാശ്, ഇന്നസെന്റിന്റെ കാര്യത്തിൽ ആദ്യമേ ഉയർന്നിരുന്ന ഒരു ആശയക്കുഴപ്പം സ്ഥാനാർത്ഥി നിർണയത്തിലുള്ളത് ഇപ്പോഴും തുടരുകയാണ്. എതിർപ്പ് ഉയർന്നു വരുന്നു അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇന്ന് രാവിലെ അങ്കമാലി CPMന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിലാണ് ചാലക്കുടി പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി യോഗം ചേർന്നത്. അതായത് CPMന്റെ ഏരിയ സെക്രട്ടറിമാർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ അടക്കമുള്ളവരാണ് ഈ മണ്ഡലത്തിൽപ്പെടുന്ന അംഗങ്ങളാണ് ആ കമ്മിറ്റിയിൽ പങ്കെടുത്തത്. അവർ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി രാജീവാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ നിർദ്ദേശങ്ങൾ വെച്ചത്. അതിൽ പി രാജീവ് പ്രധാനമായും ഇന്നസെന്റിന്റെ പേരാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശമായി കമ്മിറ്റിയിൽ വെച്ചത്. പക്ഷേ കമ്മിറ്റിയിൽ പങ്കെടുത്ത 3 പേർ ഒഴികെ ബാക്കി എല്ലാവരും തന്നെ ഇന്നസെന്റിന്റെ സ്ഥാനാർത്ഥിയെ എതിർത്തു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്നസെന്റ് വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയല്ല, പാർട്ടിക്ക് ഇക്കുറി ഇന്നസെന്റ് മത്സരിച്ചാൽ ഗുണം ചെയ്യില്ല എന്ന ഒരു നിലപാടാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഏതായാലും ഇക്കാര്യത്തിൽ മറ്റു പേരുകളൊന്നും തന്നെ ആ കമ്മിറ്റിയിൽ ഉയർന്നു വന്നില്ല. ഏതായാലും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെയാണ് കൈക്കൊള്ളുക. പക്ഷേ പാർട്ടി സംസ്ഥാന നേതൃത്വം ഇന്നസെന്റിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ തന്നെയാണ് ആലോചിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി അംഗങ്ങളിൽ ബഹുഭൂരിപക്ഷം ആളുകൾ എതിർത്ത ഒരു സ്ഥാനാർത്ഥിയെ ചാലക്കുടിയിൽ വീണ്ടും മത്സരിപ്പിക്കാൻ കഴിയുന്ന സാഹചര്യം അത് എത്രത്തോളം ഗുണകരമാകും എന്ന കാര്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യും. എറണാകുളം പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി യോഗം ഇപ്പോൾ ലെൻസ് സെന്ററിൽ ചേരുകയാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി രാജീവും ജില്ലാ സെക്രട്ടറി CN മോഹനൻ അടക്കമുള്ള നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമായും എറണാകുളം മണ്ഡലത്തിലും പി രാജീവിൻ്റെ പേര് തന്നെയാണ് ഉയർന്നു കേൾക്കുന്നത്. അതല്ലെങ്കിൽ ഇന്നസെന്റിനെ എറണാകുളം മണ്ഡലത്തിലേക്ക് മാറ്റി മത്സരിപ്പിക്കുന്ന കാര്യവും പാർട്ടിയുടെ പരിഗണനയിലുണ്ട്. സമാനമായ ഒരു എതിർപ്പ് തന്നെയാണ് കോട്ടയത്തും ഉണ്ടായത്. കോട്ടയം പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ ഇന്നലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് നിർദ്ദേശിച്ച സിന്ധു മോൾ ജേക്കബിനെതിരെ ശക്തമായ വിമർശനമാണ് ഉയർന്നത്. അവിടെ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള VN വാസവൻ തന്നെ മത്സരിക്കണം എന്ന നിർദ്ദേശം കോട്ടയം പാർലമെന്റ് മണ്ഡലം കമ്മിറ്റിയിൽ ഉയർന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ വ്യക്തിപരമായി മത്സരരംഗത്ത് നിൽക്കാൻ താല്പര്യമില്ല എന്ന് വാസവൻ യോഗത്തെ അറിയിച്ചതായും അറിയുന്നു. ആലപ്പുഴയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ശുപാർശ ചെയ്ത അരൂർ MLA ആരിഫിനെ തന്നെയാണ് അവിടുത്തെ കമ്മിറ്റി അംഗീകരിക്കുന്ന സാഹചര്യം. ആ നിർദ്ദേശത്തെ, സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ നിർദ്ദേശത്തെ അംഗീകരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും എറണാകുളം, ചാലക്കുടി മണ്ഡലങ്ങളിലെ അനിശ്ചിതത്വമാണ് ഇവിടെ ഇപ്പോൾ നിലനിൽക്കുന്നത്. നാളത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇക്കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനമെടുക്കും. അതിനുശേഷം ചേരുന്ന സംസ്ഥാന കമ്മിറ്റിയിലായിരിക്കും ഏതായാലും CPMന്റെ സ്ഥാനാർത്ഥികൾ സംബന്ധിച്ച് അന്തിമമായ തീരുമാനമുണ്ടാവുക. ശരി, CN പ്രകാശാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്നും വി അരുൺ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ, ഇടത് സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ ഏത് വിധത്തിലാണ്? അശ്വതി, തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി A സമ്പത്തിനെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ശുപാർശ ചെയ്തത്. അത് ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്ന ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി യോഗം അംഗീകരിക്കുകയും ചെയ്തു. A സമ്പത്ത് 4ാം തവണയും ആറ്റിങ്ങലിൽ നിന്ന്, 3ാം തവണയും ആറ്റിങ്ങലിൽ നിന്ന് ജനവിധി തേടും. 4ാം തവണയാണ് അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത്. കൊല്ലത്ത് കമ്മിറ്റി ആരംഭിച്ചു കഴിഞ്ഞു. KN ബാലഗോപാലിനെയാണ് ഇവിടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സ്ഥാനാർത്ഥിയായി ശുപാർശ ചെയ്തിട്ടുള്ളത്. ബാലഗോപാൽ തന്നെ ഇവിടെ സ്ഥാനാർത്ഥിയാകുമെന്നും ഉറപ്പാണ്. കാര്യമായ എതിർപ്പ് അവിടെയും ഉയർന്നു വരാൻ ഇടയില്ല. പത്തനംതിട്ടയിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ശുപാർശ വീണ ജോർജിൻ്റെ പേരാണ്. വീണ ജോർജ് നിലവിൽ ആറന്മുള MLA ആണ്. കഴിഞ്ഞ തവണ UDFിൽ നിന്ന് ആറന്മുള സീറ്റ് പിടിച്ചെടുക്കുകയായിരുന്നു വീണ ജോർജ്. വീണ ജോർജിൻ്റെ മണ്ഡലത്തിലെ പരിചയവും അല്ലെങ്കിൽ അവരുടെ സ്വാധീനവും
പത്തനംതിട്ടയിൽ ഒന്നാകെ ഉപയോഗപ്പെടുത്താനാകുമെന്ന പ്രതീക്ഷയാണ് CPM-നുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ ജോർജിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. സംസ്ഥാനമൊട്ടാകെ പരിശോധിക്കുകയാണെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ശുപാർശ ചെയ്ത പേരുകളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യത കുറവാണ്. ചിലയിടങ്ങളിൽ ചില എതിർപ്പുകൾ പാർട്ടി പ്രതീക്ഷിക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് സംസ്ഥാന സെക്രട്ടറി അംഗങ്ങൾ നേരിട്ട് പങ്കെടുത്തുകൊണ്ട് മണ്ഡലം കമ്മിറ്റിയിൽ കൂടാൻ ആവശ്യപ്പെട്ടത്. സംസ്ഥാന സെക്രട്ടറി അംഗങ്ങൾ സംസ്ഥാന നേതൃത്വത്തിൻ്റെ വികാരം മണ്ഡലം കമ്മിറ്റി യോഗങ്ങളിൽ പങ്കുവയ്ക്കും. അവിടെയുള്ള അഭിപ്രായങ്ങൾ കൂടി കേട്ട ശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വീണ്ടും നാളെ രാവിലെ സംസ്ഥാന സമിതിക്ക് മുൻപാകെ ചേരും. അതിൽ ഇതേ വികാരങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യും, അവതരിപ്പിക്കും. ഒരു മണ്ഡലത്തിലും സ്ഥാനാർത്ഥിയെ സംസ്ഥാന നേതൃത്വം കെട്ടിയിറക്കി എന്ന പഴി കേൾക്കാൻ സംസ്ഥാന നേതൃത്വം ആഗ്രഹിക്കുന്നില്ല. സമവായത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാകും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുക. അതുകൊണ്ടാണ് ഇത്തരം തീരുമാനം കീഴ്ഘടകങ്ങളിലേക്ക് റിപ്പോർട്ട് ചെയ്ത് അവിടെയുള്ള അഭിപ്രായങ്ങൾ കൂടി കേൾക്കാൻ സംസ്ഥാന നേതൃത്വം തയ്യാറായത്. നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റും തുടർന്ന് നാളെയും മറ്റന്നാളുമായി സംസ്ഥാന സമിതിയും ചേർന്ന് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. തീർച്ചയായും അന്തിമ തീരുമാനം അവിടെയാണ് ഉണ്ടാകേണ്ടത്. VV അരുണാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. വടകരയിൽ നിന്ന് അശ്വിൻ വല്ലത്തുകൂടി ചേരുകയാണ്. അശ്വിൻ, വടകരയിലെ ഏറ്റവും പുതിയ വാർത്ത അനുസരിച്ച് P ജയരാജൻ മത്സരിക്കുന്നു, അദ്ദേഹം സ്ഥാനാർത്ഥിയാകും എന്നാണ് അറിയുന്നത്. കോഴിക്കോട് A പ്രദീപ് കുമാർ മത്സരിക്കുമെന്നറിയുന്നു. ഏറ്റവും പുതിയ വിവരങ്ങൾ ഇത് സംബന്ധിച്ചത് എന്താണ്? അശ്വതി, നമ്മൾ ഇന്നലെ രാത്രി തന്നെ റിപ്പോർട്ട് ചെയ്തത് പ്രകാരം കോഴിക്കോട് മണ്ഡലത്തിൽ A പ്രദീപ് കുമാറും അതേപോലെ തന്നെ വടകര മണ്ഡലത്തിൽ P ജയരാജനും മത്സരിക്കുമെന്നുള്ള കാര്യം ഇക്കാര്യത്തിൽ തീർച്ചയായിരിക്കുന്നു. ഇനിയൊരു സംശയം ബാക്കി നിൽക്കുന്നത് കാസർഗോഡ് മണ്ഡലവുമായി ബന്ധപ്പെട്ടാണ്. കാസർഗോഡ് മണ്ഡലത്തിൽ KP സതീഷ് ചന്ദ്രനെയായിരുന്നു പ്രഥമ പരിഗണന സംസ്ഥാന സെക്രട്ടേറിയറ്റ് നൽകിയിരുന്നത്. എന്നാൽ KP സതീഷ് ചന്ദ്രന് പകരം ഇവിടെ ജില്ലാ സെക്രട്ടറി ബാലകൃഷ്ണൻ മാസ്റ്റർ മത്സരിക്കണം എന്നുള്ളൊരു നിലപാട് കാസർഗോഡ് പാർലമെന്ററി മണ്ഡലം കമ്മിറ്റിയിൽ ഒരു വിഭാഗം നേതാക്കൾ ഉയർത്തി. അതുകൊണ്ട് തന്നെ തീരുമാനം സംസ്ഥാന കമ്മിറ്റിക്ക് വിട്ടിരിക്കുകയാണ്. ഇതാണ് കാസർഗോഡ് മണ്ഡലത്തിലെ അവസ്ഥ. ഈ വടക്കൻ മേഖല എടുത്തു കഴിഞ്ഞാൽ വടകര തന്നെയായിരിക്കും ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലം എന്ന് P ജയരാജന്റെ സ്ഥാനാർത്ഥിത്വത്തോടുകൂടി തന്നെ ഏതാണ്ട് ഉറപ്പായിരുന്നു. ആദ്യഘട്ടത്തിൽ കണ്ണൂർ മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന് പറഞ്ഞ ജയരാജന്റെ പേര് പിന്നീട് CBI കുറ്റപത്രത്തിൽ പേര് വന്നതോടുകൂടി പിന്നീട് ജയരാജൻ മത്സരരംഗത്തുണ്ടാവില്ല എന്നൊരു സൂചനയിലേക്ക് കാര്യങ്ങൾ വന്നിരുന്നു. പക്ഷേ എന്നാൽ ഇന്നലെ ഏറെ വൈകിയാണ് അത്തരമൊരു തീരുമാനം പുറത്തേക്ക് വരുന്നത്. വടകരയിൽ P ജയരാജൻ തന്നെ മത്സരിക്കുമെന്നുള്ളൊരു തീരുമാനം വരുന്നു. അങ്ങനെ വരികയാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ പെരിയ ഇരട്ടക്കൊലപാതകവും അതേപോലെ തന്നെ TP ചന്ദ്രശേഖരൻ വധവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയാവും. ഈ CBI കുറ്റപത്രത്തിൽ പേര് ചേർത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ 2 തവണ കൈവിട്ട മണ്ഡലമാണ് വടകര. CPM-ന് ഇത്രയധികം വോട്ടുകൾ ഉണ്ടായിട്ടും 2 തവണ കൈവിട്ട ഒരു മണ്ഡലം തിരിച്ചുപിടിക്കാൻ കണ്ണൂരിലെ ഏറ്റവും ശക്തനായ CPM നേതാവ് തന്നെ വരണം എന്നുള്ളൊരു ആവശ്യമാണ് ഇത്തരത്തിൽ വടകര മണ്ഡലത്തിലേക്ക് P ജയരാജൻ എത്താനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. തലശ്ശേരി കൂത്തുപറമ്പ് മണ്ഡലങ്ങൾ കൂടി ചേർന്നതാണ് വടകര. കഴിഞ്ഞ തവണ ഷംസീറിന് ഏതാണ്ട് തലശ്ശേരി കൂത്തുപറമ്പ് മണ്ഡലങ്ങളിൽ നിന്ന് 20,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ വടകരയും കൊയിലാണ്ടിയും ഒക്കെയായിരുന്നു ഷംസീറിന് തിരിച്ചടി നേരിട്ട സ്ഥലങ്ങൾ. എന്നാൽ കഴിഞ്ഞ തവണത്തെ സംഘടനാ പ്രശ്നങ്ങൾ ഇത്തവണയില്ല. അതും മാത്രമല്ല RMPക്ക് ശക്തി കുറഞ്ഞിരിക്കുന്നു. മേഖലയിൽ കാസർഗോഡ് മണ്ഡലത്തിലെ കാര്യം മാത്രമാണ് അറിയാനുള്ളത്. വടകരയിൽ P ജയരാജനും കോഴിക്കോട് A പ്രദീപ് കുമാറും ആണെന്ന കാര്യത്തിൽ ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. അശ്വിൻ വല്ലത്താണ് വടകരയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇടതുമുന്നണി ഉഭയകക്ഷി ചർച്ച പൂർത്തിയായി. സീറ്റില്ലെന്ന CPI ഇതര കക്ഷികളെ CPM അറിയിച്ചു. ജനതാദൾ എസിന് മാത്രമാണ് തീരുമാനത്തിൽ പ്രതിഷേധം. വെള്ളിയാഴ്ച മുന്നണി യോഗത്തിനു ശേഷം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. എല്ലാ ഘടകകക്ഷികൾക്കും സീറ്റ് നൽകാനാകില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. 16 സീറ്റിൽ CPM-ഉം 4 CPI-യും മത്സരിക്കും. ഇരു പാർട്ടികളും സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച ശേഷമായിരുന്നു ഘടകകക്ഷികളുമായുള്ള ചർച്ച. മുന്നണിയിലെ പ്രബല പാർട്ടികൾ സീറ്റ് വീതം വച്ചതിനോട് കാനം രാജേന്ദ്രന്റെ പ്രതികരണം ഇങ്ങനെ: സീറ്റ് ഉദാരമായി വിതരണം ചെയ്യാൻ ഞങ്ങൾ 10 പാർട്ടികളുണ്ട്, 20 സീറ്റുമുണ്ട്. ഈ 2 സീറ്റ് വിതരണം ചെയ്താൽ മതി. പക്ഷെ അതൊന്നും യാഥാർത്ഥ്യമില്ലല്ലോ. ലോക് താന്ത്രിക് ജനതാദളുമായി ഇന്നലെ CPM ചർച്ച നടത്തിയിരുന്നു. സീറ്റ് നൽകാനാകില്ലെന്ന് INL-നെയും CPM അറിയിച്ചു. മുന്നണി തീരുമാനത്തിന് ഒപ്പം നിൽക്കുമെന്ന് INL. ആ വിഷയത്തിൽ ഇപ്പോൾ അന്തിമമായി LDF യോഗത്തിന് ശേഷം ഒരു തീരുമാനം ഉണ്ടാകും. ആ തീരുമാനം ഘടകകക്ഷി എന്നുള്ള നിലയിൽ ഞങ്ങൾക്കും ബാധകമാണ്. പത്തനംതിട്ട സീറ്റായിരുന്നു NCPയുടെ ആവശ്യം. മുഖ്യമന്ത്രിയും കോടിയേരിയുമായുള്ള ചർച്ചയിലും അവർ അക്കാര്യം പറഞ്ഞു. സീറ്റില്ലെങ്കിലും പ്രതിഷേധത്തിനില്ലെന്ന് NCP. സീറ്റ് ചോദിച്ചില്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിയല്ല ഞങ്ങൾ മുന്നണിയിലകത്തല്ലേ ശക്തമായ മുന്നണിക്ക് വേണ്ടി പ്രവർത്തിക്കും. ജനാധിപത്യ കേരള കോൺഗ്രസിനും മോഹം പത്തനംതിട്ട സീറ്റിൽ. മുന്നണി മത്സരിക്കാൻ പറഞ്ഞാൽ തയ്യാറെന്ന നിലപാട് അവർ ചർച്ചയിലും ആവർത്തിച്ചു. ഞങ്ങൾ മത്സരിക്കുന്നത് ഗുണകരമാണ് എന്നുള്ള ഒരു നിലപാട് തീർച്ചയായിട്ടും LDF ചർച്ച ചെയ്തെടുത്താൽ
ഇന്ന സീറ്റിൽ മത്സരിക്കണമെന്ന് ഞങ്ങളോട് അങ്ങനെ ഒരു നിർദ്ദേശം ഞങ്ങളുടെ മുൻപാകെ വന്നാൽ തീർച്ചയായിട്ടും ഞങ്ങളത് സ്വീകരിക്കും. ജനതാദൾ എസ് സീറ്റ് ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. സീറ്റ് നൽകില്ലെന്ന് മുന്നണി നേതൃത്വം ഔദ്യോഗികമായി അറിയിച്ചാൽ എന്ത് വേണം എന്നാലോചിക്കാൻ വെള്ളിയാഴ്ച അവർ യോഗവും വിളിച്ചിട്ടുണ്ട്. സൗഹൃദ മത്സരം ഉൾപ്പെടെയുള്ള കടുത്ത നടപടി വേണമെന്ന നിലപാടുള്ളവരും പാർട്ടിയിലുണ്ട്. എന്നാൽ ഇവരെയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഒപ്പം നിർത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് CPM. ന്യൂസ് 18 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനും കേരള കോൺഗ്രസ് എമ്മിനും കൂടുതൽ സീറ്റില്ല. ലഭിക്കുന്ന ഏക സീറ്റിൽ മത്സരിക്കുമെന്ന PJ ജോസഫ് നിലപാട് കടുപ്പിച്ചതോടെ കേരള കോൺഗ്രസ് എമ്മിൽ പ്രതിസന്ധി രൂക്ഷമായി. 2 സീറ്റ് എന്ന നിർദ്ദേശം മുസ്ലിം ലീഗ് തത്വത്തിൽ അംഗീകരിച്ചു. 2 സീറ്റ് വേണമെന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ വാദവും 3 സീറ്റ് എന്ന മുസ്ലിം ലീഗിന്റെ ആവശ്യവും കോൺഗ്രസ് അംഗീകരിക്കില്ല. കേരള കോൺഗ്രസുമായുള്ള അന്തിമ ഉഭയകക്ഷി ചർച്ചയിൽ കോൺഗ്രസ് മുന്നോട്ടുവച്ച ഈ നിർദ്ദേശം അംഗീകരിക്കാനാണ് കേരള കോൺഗ്രസിലെ ധാരണ. കോട്ടയത്ത് ആര് സ്ഥാനാർത്ഥിയാകണം എന്ന കാര്യത്തിൽ മാത്രമാണ് ഇനി തർക്കം. ഏക സീറ്റിൽ താൻ മത്സരിക്കുമെന്ന നിലപാടിൽ PJ ജോസഫ് ഉറച്ചു നിൽക്കുകയാണ്. പാർട്ടി സീറ്റ് നൽകിയാൽ എല്ലാം ഭംഗിയായിട്ട് തീരുന്ന സ്ഥിതിയാണല്ലോ. ജോസഫ് ഇങ്ങനെ ഉറച്ചു നിൽക്കുമ്പോഴും പൊതുസമ്മതൻ എന്ന നിർദ്ദേശമാണ് വാണി ഗ്രൂപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. നാളെ ചേരുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകും. 3ാം സീറ്റില്ലെന്ന കോൺഗ്രസ് നിലപാട് അംഗീകരിക്കാൻ തന്നെയാണ് മുസ്ലിം ലീഗിന്റെയും തീരുമാനം. 9 ചേരുന്ന പ്രവർത്തക സമിതി യോഗത്തിന്റെ അംഗീകാരം മാത്രമാണ് ഇനി ശേഷിക്കുന്നത്. അതുവരെ ചർച്ച തുടരും. UDF ആയിട്ട് തുടർന്ന് ഒന്നുകൂടി ചർച്ച ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ജോസഫ് മത്സരിച്ചാൽ കേരള കോൺഗ്രസ് എം വീണ്ടും പിളർപ്പിലേക്ക് നീങ്ങിയേക്കും. ഇത് ഒഴിവാക്കാനുള്ള ശ്രമം മറ്റന്നാൾ നടക്കുന്ന UDF യോഗത്തിലുണ്ടാകും. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം മഞ്ചേശ്വരം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനും വഴിയൊരുങ്ങുന്നു. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കേസ് പിൻവലിക്കാൻ K. സുരേന്ദ്രൻ ഹൈക്കോടതിയിൽ ഹർജി നൽകി. എതിർകക്ഷികൾ വൻ സ്വാധീനമുള്ളവരാണ്. അതിനാൽ സാക്ഷികളുടെ വിലാസം കണ്ടെത്താൻ കഴിയുന്നില്ലെന്നും സുരേന്ദ്രൻ സമർപ്പിച്ച ഹർജിയിൽ ആരോപിക്കുന്നു. റഫാൽ പുനഃപരിശോധനാ ഹർജിയിൽ സുപ്രീം കോടതിയിൽ രൂക്ഷ വാദപ്രതിവാദം. രേഖകൾ മോഷ്ടിച്ച് വാർത്ത നൽകിയ ലേഖകർക്കും അഭിഭാഷകരുമെതിരെ ക്രിമിനൽ കേസ് എടുക്കുമെന്ന് അറ്റോർണി ജനറൽ. അഴിമതി പുറത്തു കൊണ്ടുവരാൻ മോഷ്ടിച്ച രേഖകൾ പ്രസക്തമെങ്കിൽ പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി മുൻപും പറഞ്ഞിട്ടില്ലേ എന്ന് ജസ്റ്റിസ് KM ജോസഫിന്റെ ചോദ്യം. അറ്റോർണി ജനറൽ വസ്തുത പുറത്തു കൊണ്ടുവരുന്നവരെ ഭീഷണിപ്പെടുത്തുകയാണെന്ന് അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ ആരോപിച്ചു. സുപ്രീം കോടതിയിൽ വാദം തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, ഇപ്പോഴും വാദപ്രതിവാദങ്ങൾ രൂക്ഷമായി തന്നെ തുടരുകയാണോ? വിശദാംശം. തീർച്ചയായും അശ്വതി, റഫാൽ ഇടപാടുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജികളിലാണ് സുപ്രീം കോടതിയിൽ വാദം നടക്കുന്നത്. ആ വാദം മുഴുവൻ റഫാൽ ഇടപാടിലെ രേഖകൾ മോഷ്ടിച്ചിരിക്കുന്നു എന്ന കാര്യത്തിലേക്ക് ഇപ്പോൾ കേന്ദ്രീകരിക്കുകയാണ്. റഫാൽ ഇടപാടിൽ പുനഃപരിശോധനാ ഹർജി നൽകിയവരും ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമ റിപ്പോർട്ട് പുറത്തുവിട്ട ദി ഹിന്ദു ദിനപത്രവും രേഖകൾ മോഷ്ടിച്ച രേഖകൾ പ്രകാരമാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നതെന്നാണ് അറ്റോർണി ജനറൽ KK വേണുഗോപാൽ ഇന്ന് സുപ്രീം കോടതിയെ അറിയിച്ചത്. പ്രതിരോധ മന്ത്രാലയത്തിലെ റഫാൽ ഇടപാടുമായി ബന്ധപ്പെട്ട രഹസ്യ സ്വഭാവമുള്ള രേഖകളാണ് മോഷ്ടിച്ചിരിക്കുന്നത്. ഔദ്യോഗിക രഹസ്യ നിയമപ്രകാരം 3 വർഷം മുതൽ 14 വർഷം വരെ ശിക്ഷ ലഭിക്കേണ്ട കുറ്റമാണ് ഇതെന്നാണ് അറ്റോർണി ജനറൽ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ 2 ദിനപത്രങ്ങൾക്കും ഒരു മുതിർന്ന അഭിഭാഷകനുമെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കാൻ പോവുകയാണെന്നും അറ്റോർണി ജനറൽ അറിയിച്ചു. ഈ രേഖകൾ പരിശോധിക്കാൻ കഴിയുമോ എന്നതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ കോടതിയിൽ ചർച്ച നടക്കുന്നത്. 3-അംഗ ബെഞ്ചിലെ ജസ്റ്റിസ് KM ജോസഫ് വളരെ ശക്തമായി തന്നെ ഈ രേഖകൾ പരിശോധിക്കാൻ കോടതിക്ക് കഴിയുമെന്ന വാദമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അറ്റോർണി ജനറൽ പറയുന്നത് ഈ രേഖകൾ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ വിവരങ്ങളിലേക്ക് കടക്കാതെ മോഷ്ടിച്ച രേഖകളുടെ വിഷയം പരിഗണിച്ചുകൊണ്ട് പുനഃപരിശോധനാ ഹർജികൾ തള്ളണമെന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത്. പക്ഷേ കോടതി ഇതുവരെയും അതിന് തയ്യാറായിട്ടില്ല. രേഖകൾ പ്രസക്തമെന്ന് കണ്ടാൽ അത് പരിശോധിക്കാൻ കഴിയും. അത്തരത്തിലുള്ള കോടതിയുടെ വിധികളുണ്ട് എന്നാണ് അറ്റോർണി ജനറലിന്റെ നിലപാടിനെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ രേഖകൾ മോഷ്ടിച്ചു എന്ന വിവാദം തന്നെ കേന്ദ്ര സർക്കാർ പുതുതായാണ് സുപ്രീം കോടതിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതുവരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. കേവലം ആഭ്യന്തര അന്വേഷണം മാത്രമാണ് നടന്നിരിക്കുന്നതെന്നും അറ്റോർണി ജനറൽ പറയുന്നു. ഏതായാലും ഈ ഇപ്പോഴത്തെ ഒരു വാദം കഴിഞ്ഞതിന് ശേഷമായിരിക്കും പുനഃപരിശോധനാ ഹർജിയുടെ പ്രധാന ഭാഗങ്ങളിലേക്ക് കടക്കുക. പുതിയ രേഖകൾ പരിശോധിച്ചുകൊണ്ട് വിധി പുനഃപരിശോധിക്കണമോ കൂടുതൽ വാദം കേൾക്കണമോ എന്നൊക്കെ കോടതി തീരുമാനിക്കാൻ പോകുന്നത്. പക്ഷേ ഈ രേഖകൾ മോഷണം പോയിരിക്കുന്നു എന്നത് കേന്ദ്ര സർക്കാരിന്റെ തന്നെ ഉത്തരവാദിത്തമായി മാറുന്നു. മാത്രമല്ല പുറത്തു വന്ന ഈ രേഖകൾ പ്രകാരമുള്ള വിവരങ്ങൾ ശരിവയ്ക്കുകയും ചെയ്യുകയാണ് സർക്കാർ. ശരി, എം ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകി. പൊതു താൽപര്യം പരിഗണിച്ചാണ് റഫാൽ ഇടപാടുമായി ബന്ധപ്പെട്ട വാർത്ത പ്രസിദ്ധീകരിച്ചതെന്ന് ദ ഹിന്ദു എഡിറ്റർ N. റാം അറ്റോർണി ജനറലിന് മറുപടി നൽകുന്നില്ല. കോടതിയിൽ നടക്കുന്ന കാര്യങ്ങളെ എന്തിനു മുൻധാരണയോടുകൂടി കാണണം? കളങ്കിതരാണ് ആരോപണം ഉന്നയിക്കുന്നത്. ഇന്ത്യൻ മാധ്യമങ്ങൾ തങ്ങളുടെ നിലപാടിനൊപ്പം നിൽക്കുമെന്നാണ് പ്രതീക്ഷയെന്നും N. റാം വ്യക്തമാക്കി.
അയോധ്യ തർക്കം മധ്യസ്ഥതയിലൂടെ പരിഹരിക്കുന്നത് സംബന്ധിച്ച് ഉത്തരവിടാനൊരുങ്ങി സുപ്രീംകോടതി. മധ്യസ്ഥ സംഘത്തിൽ ആരൊക്കെ വേണമെന്ന് നിർദ്ദേശിക്കാൻ കക്ഷികൾക്ക് ഇന്ന് വൈകിട്ട് വരെ സമയം നൽകി. മധ്യസ്ഥ ചർച്ചയെ മുസ്ലിം കക്ഷികൾ അനുകൂലിച്ചപ്പോൾ ഹിന്ദു കക്ഷികളും ഉത്തർപ്രദേശ് സർക്കാരും ശക്തമായി എതിർത്തു. അയോധ്യ തർക്കം മതപരവും വൈകാരികവുമായ വിഷയമായതിനാൽ ചർച്ചയിലൂടെ മാത്രമേ പരിഹാരം കാണാനാകൂ എന്നാണ് സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചിലെ ഭൂരിപക്ഷ നിലപാട്. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിനായി കോടതി 45 മിനിറ്റോളം കക്ഷികളുടെ വാദം കേട്ടു. രാമന്റെ ജന്മസ്ഥലത്തിൽ വിട്ടുവീഴ്ച സാധ്യമല്ല. മുസ്ലിങ്ങൾ തർക്കഭൂമിക്ക് പുറത്ത് പള്ളി പണിയുക എന്നത് മാത്രമാണ് പരിഹാരമാർഗമെന്ന് രാംലല്ല അറിയിച്ചു. ഉത്തരവിനു മുമ്പ് മധ്യസ്ഥതയെപ്പറ്റി പൊതുജനങ്ങൾക്ക് അറിയിപ്പ് നൽകി ഉത്തരവിറക്കണമെന്നായിരുന്നു ഹിന്ദു മഹാസഭയുടെ ആവശ്യം. എന്നാൽ മധ്യസ്ഥതയെ അനുകൂലിച്ച മുസ്ലിം കക്ഷികൾ എല്ലാ കക്ഷികളുടെയും സമ്മതം ആവശ്യമില്ലെന്ന നിലപാടെടുത്തു. പൊതുജനങ്ങൾക്ക് നോട്ടീസ് നൽകാൻ വിസമ്മതിച്ച കോടതി മധ്യസ്ഥ ശ്രമം സംബന്ധിച്ച് ഉത്തരവിറക്കുമെന്നറിയിച്ചു. ബാബർ ചെയ്ത കാര്യങ്ങളിൽ കോടതിക്ക് നിയന്ത്രണമില്ല. ചരിത്രത്തെ ആർക്കും റദ്ദാക്കാൻ കഴിയില്ല. തർക്കം എങ്ങനെ പരിഹരിക്കാമെന്നത് മാത്രമാണ് കോടതിയുടെ ലക്ഷ്യമെന്നും ജസ്റ്റിസ് എസ് എ ബോബ്ഡെ പറഞ്ഞു. എന്നാൽ മധ്യസ്ഥ ചർച്ച നല്ലതാണെന്ന് സമ്മതിച്ചെങ്കിലും അയോധ്യ കേസിൽ അതിന്റെ ഫലപ്രാപ്തിയെപ്പറ്റി അഞ്ചംഗ ബെഞ്ചിലെ ജസ്റ്റിസ് ചന്ദ്രചൂഡ് സംശയമുന്നയിച്ചു. കേസിലെ രേഖകളുടെ ആധികാരികത പരിശോധിക്കുന്നതിനായി 6 ആഴ്ചത്തെ സാവകാശമാണ് കക്ഷികൾക്ക് കോടതി നൽകിയിട്ടുള്ളത്. മധ്യസ്ഥതയ്ക്കാണ് തീരുമാനമെങ്കിൽ ഇതിനിടയിലായിരിക്കും ആ നീക്കങ്ങൾ. ചർച്ചകളിൽ പുരോഗതിയില്ലെങ്കിൽ അന്തിമവാദം നിശ്ചയിച്ചതുപോലെ തന്നെ കേൾക്കും. സുപ്രീം കോടതിയിൽ നിന്നും ക്യാമറമാൻ ബിനു ബേസിലിനൊപ്പം എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18. ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ F-16 വിമാനം ഉപയോഗിച്ചത് പരിശോധിച്ചു വരികയാണെന്ന് അമേരിക്ക. പാകിസ്ഥാൻ F-16 ഉപയോഗിച്ചതിന്റെ തെളിവുകൾ ഇന്ത്യ കൈമാറി. അതിർത്തിയിൽ ഇന്നും പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചു. F-16 വിമാനത്തിൽ നിന്ന് തൊടുക്കാവുന്ന അംറാം മിസൈലിന്റെ തെളിവുകൾ അമേരിക്കയ്ക്ക് ഇന്ത്യ കൈമാറി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അമേരിക്കൻ ദേശീയ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടനോട് കാര്യങ്ങൾ വിശദീകരിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ US നിർമ്മിത F-16 വിമാനം ഉപയോഗിച്ചതിനെക്കുറിച്ച് വിശദമായി പരിശോധിച്ചു വരികയാണെന്ന് വൈറ്റ് ഹൌസ് വക്താവ് റോബർട്ട് പല്ലാഡിനോ അറിയിച്ചു. ഇപ്പോഴൊന്നും ഉറപ്പിച്ചു പറയാനാകില്ലെന്നും കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഇക്കാര്യം സ്വീകരിക്കാനാകൂവെന്നും പല്ലാഡിനോ വ്യക്തമാക്കി. ഭീകരവിരുദ്ധ നീക്കങ്ങൾക്ക് മാത്രമേ F-16 യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കാനാകൂവെന്നാണ് അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള കരാർ. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്ന് ഭീകര സംഘടനയായ ജമാഅത്ത് ഉദ്ദവയെ പാകിസ്ഥാൻ നിരോധിച്ചിരുന്നു. മസൂദ് അസറിന്റെ സഹോദരനടക്കം 44 ഭീകരരെ കരുതൽ തടങ്കലിലാക്കാനും പാകിസ്ഥാൻ തയ്യാറായി. അതിനിടെ അതിർത്തിയിൽ പാകിസ്ഥാൻ ഇന്നും പ്രകോപനം തുടർന്നു. ഇന്ത്യൻ സൈനിക ക്യാമ്പുകൾക്ക് നേരെ 3 തവണ പാകിസ്ഥാൻ വെടിവെച്ചു. രജൌരി ജില്ലയിലെ സുന്ദർബനി സെക്ടറിൽ പുലർച്ചെ 4:30 വരെ വെടിനിർത്തൽ കരാർ ലംഘനമുണ്ടായെന്നാണ് റിപ്പോർട്ട്. ഇന്ത്യൻ സൈന്യം ശക്തമായ തിരിച്ചടി നൽകി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ബാലക്കോട്ട് ഭീകരാക്രമണത്തിൽ സർക്കാരും പ്രതിപക്ഷവും തമ്മിൽ വാക്കുതർക്കം മുറുകുന്നു. തെളിവ് ചോദിക്കുന്നവരെ അടുത്ത തവണ ആക്രമിക്കാൻ പോകുമ്പോൾ യുദ്ധവിമാനത്തിന് താഴെ കെട്ടിവെക്കണമെന്ന് കേന്ദ്രമന്ത്രി VK സിംഗ്. പുൽവാമ ആക്രമണം അപകടമാണെന്ന് പറഞ്ഞതിന് തനിക്കെതിരെ കേസെടുക്കാൻ കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് വെല്ലുവിളിച്ചു. ബാലാക്കോട്ട് ആക്രമണത്തിൽ പ്രതിപക്ഷമുയർത്തിയ ചോദ്യങ്ങളോട് രൂക്ഷമായാണ് കേന്ദ്രമന്ത്രി VK സിംഗ് പ്രതികരിച്ചത്. അടുത്ത തവണ ഭീകരരെ ആക്രമിക്കാൻ പോകുമ്പോൾ വിമാനത്തിന് ചുവട്ടിൽ ഈ സംശയക്കാരെ കെട്ടിവെക്കണമെന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. അപ്പോൾ ഇവർക്ക് എത്ര ഭീകരർ കൊല്ലപ്പെടുന്നുണ്ടെന്ന് കൃത്യമായി മനസ്സിലാകുമെന്നും മന്ത്രി പറഞ്ഞു. जो ये प्रश्न उठाते हैं उनको भी हवाई जहाज के नीचे बांध के ले जाएं, जब बम चलें तो वहाँ से देख लें टारगेट, उसके बाद उनको वहीं पे उतार दें, उसके बाद वो गिन लें और वापस आ जाएं. ये मानसिकता समझ में नहीं आ रही. ഭീകരരെ കൊല്ലുന്നത് കൊതുകിനെ കൊല്ലുന്നതിന് തുല്യമാണെന്നും VK സിംഗ് ട്വീറ്റ് ചെയ്തു. വ്യോമാക്രമണത്തിൽ 250 തീവ്രവാദികൾ കൊല്ലപ്പെട്ടുവെന്ന BJP അധ്യക്ഷൻ അമിത്ഷായുടെ അവകാശവാദത്തിനെതിരെ പ്രതിപക്ഷം കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു. ഇത്ര രഹസ്യ സ്വഭാവമുള്ള വിവരം BJPക്ക് എങ്ങനെ ലഭിച്ചുവെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ചോദ്യം. കൃത്യമായ കണക്ക് വേണ്ടവർ പാകിസ്ഥാനിൽ പോയി കണക്കെടുത്തു വരൂ എന്നാണ് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് മറുപടി നൽകിയത്. അതിനിടെ പുൽവാമ ഭീകരാക്രമണം അപകടമാണെന്ന തന്റെ പ്രസ്താവനയ്ക്കെതിരെ കേസെടുക്കാൻ മോദി സർക്കാരിനെ കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് വെല്ലുവിളിച്ചു. ഇതേ പ്രസ്താവന നടത്തിയ ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌര്യക്കെതിരെ എന്ത് നടപടിയെടുക്കുമെന്നും ദിഗ്വിജയ് സിംഗ് ചോദിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.
ഡൽഹിയിൽ സർക്കാർ കെട്ടിടത്തിന് തീപിടിച്ച ഒരു CISF ജവാൻ മരിച്ചു. ഒരാളെ ഗുരുതര പരിക്കുകളുമായി ഡൽഹി എയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പണ്ഡിറ്റ് ദീൻദയാൽ അന്ത്യോദയ ഭവന്റെ 5ാം നിലയിലാണ് വൻ തീപിടുത്തമുണ്ടായത്. സാമൂഹ്യനീതി വകുപ്പിന്റെ ഓഫീസ് പൂർണ്ണമായും കത്തിനശിച്ചു. ഫയർ എഞ്ചിനുകൾ സ്ഥലത്തെത്തി തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. 25 ഫയർ എഞ്ചിനുകൾ ചേർന്നാണ് തീയണയ്ക്കുന്നത്. ലോധി റൂട്ടിലെ 11 നില CGO കോംപ്ലക്സിലാണ് തീപിടിച്ചത്. ഈ കെട്ടിടത്തിലാണ് മേഖലയിലെ മിക്ക സർക്കാർ ഓഫീസുകളും പ്രവർത്തിക്കുന്നത്. ജീവനക്കാർ ജോലിക്കെത്തുന്നതിന് മുൻപാണ് തീപിടുത്തമുണ്ടായത്. കർഷകർ എടുത്ത എല്ലാ വായ്പകളുടെയും ജപ്തി നടപടികൾ ഡിസംബർ 31 വരെ നിർത്തിവെക്കുമെന്ന് ബാങ്കുകളുടെ ഉറപ്പ്. കർഷകർക്ക് മേൽ സർഫാസി നിയമം ചുമത്തില്ലെന്നും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ബാങ്ക് പ്രതിനിധികളുടെ യോഗത്തിൽ തീരുമാനമായി. കർഷക ആത്മഹത്യകളുടെ പശ്ചാത്തലത്തിൽ സർക്കാർ എടുത്ത തീരുമാനങ്ങൾക്ക് ബാങ്കേഴ്സ് സമിതിയുടെ പൂർണ്ണ അംഗീകാരം. ജപ്തി നടപടികൾ ഡിസംബർ 31 വരെ പൂർണ്ണമായും നിർത്തിവെക്കും. കർഷകർക്ക് മേൽ സർഫാസി നിയമം ഉപയോഗിക്കില്ല. കൃഷി മാത്രം ഉപജീവന മാർഗമായുള്ള കർഷകരുടെ എല്ലാത്തരം വായ്പകളും മൊറട്ടോറിയം പരിധിയിൽ ഉൾപ്പെടുത്തി. കർഷകരുടെ കടത്തിന്റെ മുകളിൽ സഹകരണ സ്ഥാപനങ്ങൾ, KSFE, അതുപോലെ തന്നെ പൊതുമേഖലാ ബാങ്കുകൾ, വാണിജ്യ ബാങ്കുകൾ അടക്കമുള്ള എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളും കർഷകർക്ക് മേലുള്ള കാർഷിക ലോണുകൾക്കും കാർഷികേതര ലോണുകൾക്കും മേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ജപ്തി നടപടി അടക്കമുള്ള കാര്യങ്ങൾ അടിയന്തരമായി നിർത്തിവെക്കാനാണ് ഇപ്പോൾ ഇന്ന് SLBCയിൽ മുഖ്യമന്ത്രി നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അത് അവർ സ്വീകരിച്ചിട്ടുണ്ട്. ജപ്തി നടപടികൾ ഒഴിവായെങ്കിലും പിഴപ്പലിശ അടക്കമുള്ള അധിക ബാധ്യത കർഷകർക്ക് പ്രതിസന്ധിയാകുന്നതായി പരാതിയുണ്ട്. മുതലും പലിശയും രണ്ടായി കണ്ടുകൊണ്ടുള്ള നീക്കങ്ങളെ ഉണ്ടാകുകയുള്ളൂ എന്ന് ബാങ്കുകൾ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ ഉറപ്പു നൽകി. ബാങ്കേഴ്സ് സമിതി സംസ്ഥാന തലത്തിലെടുത്ത തീരുമാനങ്ങൾ ജില്ലാതലത്തിൽ നടപ്പിലാക്കുകയാണ് അടുത്ത വെല്ലുവിളി. ഇതിനായി കർഷകരുടെയും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ബാങ്ക് പ്രതിനിധികളുടെയും പ്രത്യേക യോഗം ജില്ലാതലങ്ങളിൽ ചേരും. ആദ്യപടിയായി നാളെ ഇടുക്കിയിൽ ചേരുന്ന യോഗത്തിൽ കൃഷിമന്ത്രി VS സുനിൽകുമാർ പങ്കെടുക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. ഇടുക്കി ജില്ലയിലെ കർഷക ആത്മഹത്യകൾ തടയാൻ നടപടി ആവശ്യപ്പെട്ട് കട്ടപ്പനയിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉപവാസ സമരം ആരംഭിച്ചു. വായ്പകളുടെ മൊറട്ടോറിയത്തിന്റെ കാലാവധി നീട്ടിയത് കർഷകരെ കബളിപ്പിക്കാനാണ്. പ്രതിസന്ധി ചർച്ച ചെയ്യാൻ പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കാർഷിക മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള മൊറട്ടോറിയ പ്രഖ്യാപനം വെറും തട്ടിപ്പാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. 5 ലക്ഷം രൂപ വരെയുള്ള മുഴുവൻ വായ്പകളും എഴുതി തള്ളുകയാണ് ഉടനടി ആവശ്യമുള്ള പരിഹാരം. നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചുകൂട്ടി കർഷക ആത്മഹത്യകളെ പറ്റി ചർച്ച ചെയ്യണം. 1, 2, 5 ലക്ഷം വരെയുള്ള കർഷകരുടെ കടങ്ങൾ എഴുതി തള്ളാൻ സർക്കാർ മുന്നോട്ട് വരുന്നത് വരെ UDFന്റെ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകും. നിങ്ങൾ ചെയ്യണം. ഉപവാസ സമരം UDF കൺവീനർ ബെന്നി ബെഹനാൻ ഉദ്ഘാടനം ചെയ്തു. ഘടകകക്ഷി നേതാക്കൾ, ജനപ്രതിനിധികൾ എന്നിവർ ഉപവാസത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ 2 മാസത്തിനിടെ ജില്ലയിൽ 8 കർഷകർ കടക്കണി മൂലം ആത്മഹത്യ ചെയ്ത സാഹചര്യത്തിലാണ് UDFന്റെ സമരം. ഇടുക്കിയിൽ നിന്നും MS അനീഷ് കുമാർ, ന്യൂസ് 18. ബന്ധു നിയമന വിവാദത്തിൽ മന്ത്രി KT ജലീലിനെതിരെ വിജിലൻസ് അന്വേഷണമില്ലെന്ന സർക്കാർ. യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി PK ഫിറോസിന് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിലാണ് സർക്കാർ ഇക്കാര്യം വ്യക്തമാക്കിയത്. ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷൻ ജനറൽ മാനേജർ സ്ഥാനത്തേക്ക് KT ജലീലിന്റെ ബന്ധു KT അദീബിനെ നിയമിച്ചത് ചട്ടങ്ങൾ മറികടന്നെന്നായിരുന്നു ആരോപണം. ബന്ധുവിന് നിയമനം നൽകാനായി യോഗ്യതാ മാനദണ്ഡം തിരുത്തിയെന്നും ഇത് മന്ത്രിയുടെ ഇടപെടലായിരുന്നു എന്നുമാണ് ആക്ഷേപം. ഈ പരാതിയിലാണ് അന്വേഷണം വേണ്ടെന്നുള്ള സർക്കാർ തീരുമാനം. നോട്ടീസ് നൽകാതെ ഹർത്താൽ നടത്തിയ യൂത്ത് കോൺഗ്രസിനും കാസർഗോഡ് DCCക്കും ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. നോട്ടീസ് നൽകുന്നത് അക്രമം നടത്താനുള്ള അനുമതി അല്ലെന്നും കോടതി ഓർമ്മിപ്പിച്ചു. ഹർത്താലിനെ അംഗീകരിക്കുന്നില്ലെന്ന് കാണിച്ച് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ സത്യവാങ്മൂലം നൽകി. പെരിയ ഇരട്ടക്കൊലപാതകത്തിലെ ഹർത്താലിന്റെ പേരിൽ എടുത്ത കോടതിയലക്ഷ്യ കേസിലാണ് ഹൈക്കോടതി പരാമർശം. മുൻകൂർ നോട്ടീസ് നൽകണമെന്ന ഇടക്കാല ഉത്തരവിനെക്കുറിച്ച് അറിയില്ലായിരുന്നുവെന്ന് ഹർത്താലിന് ആഹ്വാനം ചെയ്ത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസും UDF കാസർഗോഡ് ജില്ലാ നേതാക്കളും കോടതിയെ അറിയിച്ചു. ഇത് മതിയായ കാരണമല്ലെന്നായിരുന്നു കോടതിയുടെ മറുപടി. കേരളത്തിലെ ഹർത്താലുകൾ ബന്ദായി മാറുകയാണെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. അടുത്ത തവണ കേസ് പരിഗണിക്കുമ്പോൾ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഡീനിനെയും UDF നേതാക്കളെയും ഒഴിവാക്കി. ഞാൻ കൺസേൺഡ് പാർട്ടിയുമല്ല. അതിനകത്ത് വിവിധ രാഷ്ട്രീയ കക്ഷികളെ പാർട്ടിയാക്കിയിട്ടുണ്ട്. ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റാണ്. ഞാൻ കൺസേൺഡ് പാർട്ടിയല്ല. അതാണ് ഞാൻ ഹർത്താലിനെ അനുകൂലിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളും സത്യവാങ്മൂലം സമർപ്പിച്ചു. ന്യൂസ് 18 കൊച്ചി.
തെന്മലയിലെ വിവാദ എസ്റ്റേറ്റുകളിൽ നിന്ന് കരം സ്വീകരിച്ച നടപടിയിൽ കൊല്ലം ജില്ലാ കളക്ടർക്കെതിരെ വിജിലൻസ് അന്വേഷണം. ജില്ലാ കളക്ടർ അനാവശ്യ തിടുക്കം കാട്ടിയെന്ന പരാതിയിൽ പ്രത്യേക സെൽ അന്വേഷണം നടത്തും. പ്രാഥമിക പരിശോധന നടത്തി 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാനാണ് വിജിലൻസ് ഡയറക്ടറുടെ നിർദ്ദേശം. ആര്യങ്കാവ് വില്ലേജിലെ പ്രിയ എസ്റ്റേറ്റ്, ഹാരിസൺ മലയാളം കൈമാറ്റം ചെയ്ത തെമ്മല വില്ലേജിലെ റിയ എസ്റ്റേറ്റ് എന്നിവയുടെ കരമാണ് സ്വീകരിച്ചത്. ഇത് രണ്ടും സർക്കാരിന്റെ ഭൂമിയെന്നാണ് രാജമാണിക്യത്തിന്റെ റിപ്പോർട്ട്. എന്നാൽ ഇവരിൽ നിന്ന് നികുതി സ്വീകരിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. നയപരമായ തീരുമാനമെടുക്കുന്നതുവരെ ഭൂമിയുടെ നികുതി സ്വീകരിക്കേണ്ടെന്നായിരുന്നു സർക്കാരിന്റെ നിലപാട്. ഇത് മറികടന്ന് കരം സ്വീകരിക്കാൻ അപേക്ഷ ലഭിച്ച് 1 ദിവസം കൊണ്ട് ജില്ലാ കളക്ടർ തീരുമാനമെടുത്തുവെന്നാണ് ആക്ഷേപം. അപേക്ഷയിൽ ഡോക്ടർ എസ് കാർത്തികേയൻ അനാവശ്യ തിടുക്കം കാട്ടിയെന്നും ഇത് സർക്കാരിന്റെ നിലപാടിന് വിരുദ്ധമാണെന്നും ഭൂസംരക്ഷണ സമിതി വിജിലൻസ് ഡയറക്ടർക്ക് നൽകിയ പരാതിയിൽ ആരോപിച്ചിരുന്നു. പരാതിയിന്മേൽ പ്രാഥമിക പരിശോധനയ്ക്കായി വിജിലൻസ് കൊല്ലം യൂണിറ്റ് പ്രത്യേക സെല്ലിനെ ചുമതലപ്പെടുത്തി. കൊല്ലം ജില്ലാ കളക്ടർക്കെതിരെ പ്രാഥമികമായ അന്വേഷണമാണ് വിജിലൻസിന്റെ പ്രത്യേക സെൽ നടത്തുന്നത്. 2 ആഴ്ചയ്ക്കകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാനാണ് വിജിലൻസ് ഡയറക്ടറുടെ നിർദ്ദേശം. കൊല്ലത്തു നിന്നും ശ്യാം ദേവരാജ്, ന്യൂസ് 18. ചർച്ച ആക്ട് ബിൽ നടപ്പിലാക്കാനുള്ള നീക്കം സംബന്ധിച്ച് മുഖ്യമന്ത്രിയുമായി KCBC സംഘം ചർച്ച നടത്തി. ബില്ലുമായി ബന്ധപ്പെട്ട നിയമപരിഷ്കാര കമ്മീഷൻ നീക്കങ്ങൾ സർക്കാരിന്റെ അനുമതിയോടെ അല്ലെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി ചർച്ചയ്ക്ക് ശേഷം മാർ ക്ലീമീസ് കാത്തോലിക്ക ബാവ പറഞ്ഞു.